ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരന്തരം പുതിയ വാർത്തകൾ പുറത്തുവരുന്ന ദിവസമാണിന്ന്. അതായത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ദേവസ്വം ബോർഡ് അംഗത്തിന്റെ നിർണായകമായ വെളിപ്പെടുത്തൽ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നു. പത്മകുമാറിന്റെ അറിവോടുകൂടിയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതെന്നും ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം വ്യക്തമാക്കുമ്പോൾ ഇനി CPM എന്താണ് കേരളത്തിലെ പൊതുജനങ്ങളോട് പറയാനുള്ളത്? ഇപ്പോഴും പത്മകുമാറിനെ സംരക്ഷിക്കുന്ന സമീപനമാണ് CPM നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കുറ്റപത്രം പരിശോധിച്ച ശേഷം പത്മകുമാറിനെതിരെ ആവശ്യമെങ്കിൽ നടപടിയെടുക്കാമെന്ന് പറഞ്ഞ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന CPMന്റെ ഇരട്ടത്താപ്പ് മുഖംമൂടി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ പറിച്ചിറങ്ങിയതാണെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ ദയനീയ തോൽവിയാണ് CPMനെ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം വിപുലീകരിക്കണമെന്ന ആവശ്യവുമായി പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ PS സൗപർണിക നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും? കഴിഞ്ഞ ദിവസം വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. വിജയകുമാറിന്റെ മൊഴിയിൽ പറയുന്നത് കാര്യങ്ങളെല്ലാം അറിയുന്നത് പത്മകുമാറിനാണ്. ഞാൻ ഒപ്പിടുക മാത്രമാണ് ചെയ്തത്. സഖാവിനെല്ലാം അറിയാം. പത്മകുമാറിനായിരുന്നു എല്ലാം അറിയാവുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന CPM യോഗങ്ങളിൽ പോലും പത്മകുമാറിനെ സംരക്ഷിക്കുന്നതിന്റെ പേരിൽ ആരോപണം ഉയർന്നിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് CPMനെ അല്ലെങ്കിൽ സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ട് പത്മകുമാറിനെതിരെ പാർട്ടി ഇതുവരെയും ഒരു നിലപാടോ കടുത്ത ഒരു നിലപാടോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നിലപാടും എടുത്തിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കുറ്റങ്ങൾ മുഴുവൻ പത്മകുമാറിന്റെ തലയ്ക്കാണ്, അല്ലെങ്കിൽ പത്മകുമാറാണ് എല്ലാം ചെയ്തത് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി പത്മകുമാറിനെ പാർട്ടി വീണ്ടും സംരക്ഷിക്കുമോ, അതോ പത്മകുമാർ ഇതിന്റെ യഥാർത്ഥ അല്ലെങ്കിൽ ഇതിന്റെ തിരക്കഥ എഴുതിയ വ്യക്തികളുടെ പേര് പറയുമോ എന്നുള്ള ചോദ്യത്തിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM പ്രതിരോധത്തിലായ പശ്ചാത്തലത്തിലെല്ലാം കേരളത്തിലെ ജനങ്ങൾ CPM നേതൃത്വത്തെ നിരന്തരം പഴിപറയുമ്പോഴും ഈ കേസിനകത്ത് അറസ്റ്റിലായ ആളുകൾക്കെതിരെ ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ പത്മകുമാറിനെ പോലെ CPMന്റെ മുതിർന്ന നേതാവ് മുൻ MLA പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെ ഇപ്പോഴും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് MV ഗോവിന്ദൻ അടക്കമുള്ള പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നത്. അവർ പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ CPMന്റെ ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് UDF ഇറക്കിയ പാരടി ഗാനമടക്കം വലിയ തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എങ്കിലും അത് സമ്മതിച്ചു തരാൻ പാർട്ടി സെക്രട്ടറി തയ്യാറാകുന്നില്ല. ഇപ്പോൾ വിജയകുമാറിന്റെ അറസ്റ്റോടുകൂടിയുമായ നിർണായകമായ വിവരം അന്വേഷണ സംഘത്തിൽ ലഭിച്ചത് ഈ നേരത്തെ തന്നെ നിരവധി വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിനുള്ള ബന്ധമെന്നാണ്. മുരാരി ബാബു എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിലെ CPM അനുകൂല സംഘടനയുടെ നേതാവാണ്. അതോടൊപ്പം തന്നെ പത്മകുമാർ CPMന്റെ മുതിർന്ന നേതാവാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. മുൻ MLA ആണ്. N ബാസു CPMന്റെ സ്വന്തം സഹചാരി കൂടിയാണ്. ബാസു അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതും പിന്നീട് ഈ സ്വർണം വിൽക്കാൻ സഹായിച്ച ആളുകളെ, സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ വ്യാപാരി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തപ്പോഴും പത്മകുമാറിനെതിരെ ചെറുവിരലനക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത CPMനുണ്ട്. പക്ഷേ CPM ഇതിന് ഉത്തരം പറയാതെ ഇതിൽ നിന്നും കൈ കഴുകി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ മണ്ണിൽ ഇത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊടുക്കുന്ന പ്രശ്നമല്ല. കാരണം ശബരിമലയിൽ നടന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണങ്ങളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശബരിമലയിൽ നടന്നത് നേരത്തെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ വലിയൊരു മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. അന്താരാഷ്ട്ര കള്ളക്കടത്ത് മാഫിയയുടെ പങ്ക് ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ വലിയൊരു മാഫിയയുടെ പിന്തുണയോടുകൂടിയാണ് ഈ വിഗ്രഹമടക്കം കടത്താൻ പദ്ധതിയുണ്ടോ എന്ന സംശയമാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. നിരവധിയായ ഭക്തജനങ്ങൾ സംഭാവനയായി നൽകിയ സ്വർണ്ണപ്പാളി ഇത്ര ലാഘവത്തോടു കൂടി മോഷ്ടിച്ച് വിൽക്കാൻ ഇവിടെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉന്നതരുടെ പിന്തുണയോടുകൂടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വർണ്ണക്കൊള്ള CPMനെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന് പലരും ചോദിച്ചിരുന്നു. അതിൻ്റെ ആദ്യത്തെ ഉത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPMന് ലഭിച്ചിരിക്കുന്നു. ഇനി വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPMന്റെ അടിവേരിറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേരളത്തിലെ ആകെ പിടിച്ചുലച്ചിരിക്കുന്നു. ഭക്തജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. അയ്യപ്പൻ്റെ സ്വർണ്ണം കട്ട കള്ളന്മാരെ ഇരുമ്പഴിക്കുള്ളിലാക്കിയാൽ പോരാ, അവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ പാർട്ടി നേതൃത്വം അടക്കമുള്ളവർ തയ്യാറാകണം. കാരണം പത്മകുമാറും വാസുവും വിജയകുമാറും അടക്കമുള്ളവർ പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ്. ഇത്തരം കള്ളന്മാരെ CPM എന്തിനാണ് സംരക്ഷിക്കുന്നതെന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത ഇപ്പോൾ CPMനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് CPM എന്തിനാണ് ഇത്തരത്തിൽ ഒളിച്ചുകളി നടത്തുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചൂടെ? ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട്
പാർട്ടി പത്മകുമാറിനെതിരെ ഒരു നിലപാടെടുത്താൽ അതിനിപ്പോൾ എന്താ ഈ ഒരു സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിയെയും സർക്കാരിനെയും വെട്ടിലാക്കിയിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകറ്റിയിട്ടുണ്ട് സ്വർണ്ണക്കൊള്ള വിഷയം. ബാക്കി മറ്റു വിഷയങ്ങളൊക്കെ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോഴും ബാക്കി എല്ലാത്തിനേക്കാൾ PM3 ഒപ്പുവെച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഏറ്റവും കൂടുതൽ സർക്കാരിനെ വെട്ടിലാക്കിയത് അല്ലെങ്കിൽ ഇലക്ഷന് പ്രതിഫലിച്ചത് സ്വർണ്ണക്കൊള്ളയാണെന്ന് പറയാൻ പറ്റും. അത് CPM അംഗീകരിച്ചില്ലെങ്കിൽ പോലും അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇനി പത്മകുമാറിനെ ഇവർ തള്ളിപ്പറഞ്ഞെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പത്മകുമാറിനെ പാർട്ടി തലത്തിൽ അന്വേഷിച്ചപ്പോൾ തെറ്റുകാരനാണ് എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ് ഒരു നടപടി എടുത്താൽ കേരള ജനത്തിന് അത് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉൾക്കൊള്ളുമോ കേരളത്തിലെ ജനങ്ങൾ? തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് മാത്രമല്ല, CPM ആണ് ഇതിന്റെ പിന്നിലെ ആസൂത്രകരെന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിന്റെ മറുപടി ബാലറ്റിലൂടെ കേരളത്തിലെ ജനങ്ങൾ നൽകും. അതിന്റെ സാമ്പിൾ ഡോസാണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ടത്. വരാനിരിക്കുന്ന വലിയ തൃശ്ശൂർ പൂരം വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ശബരിമല സ്വർണ്ണക്കള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മറയ്ക്കാനാണ് CPM ഇപ്പോൾ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇപ്പോഴും തുടരുന്ന മൗനം തന്നെ ദുരൂഹമാണ്. കാരണം ശബരിമല പോലെയുള്ള കേരളത്തിൻ്റെ മുഖമുദ്രയായ ഒരു ക്ഷേത്രത്തിനകത്ത് ഇത്ര വലിയൊരു കൊള്ള നടത്തിയിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ തുടരുന്ന മൗനം എന്തിനു വേണ്ടിയാണെന്നൊരു ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് അറസ്റ്റുകൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ. പ്രത്യേകിച്ച് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ കേസ് അന്വേഷിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനിയും കൂടുതൽ ആളുകളെ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് വരിഞ്ഞു മുറുക്കാൻ പോവുകയാണ്. CBI കേസെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് കോടതിയിൽ കത്ത് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കോടതി CBIക്ക് കേസ് കൈമാറുകയാണെങ്കിൽ CBI ഇതിൻ്റെ വിത്തും വേരും അടക്കമുള്ള കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കും. അത്തരമൊരു അന്വേഷണം വരികയാണെങ്കിൽ ഉന്നതരായ പല ആളുകൾക്കും ജയിലിലേക്കുള്ളിലേക്ക് പോകേണ്ടി വരും. എന്തായാലും കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുന്നതിന് മുമ്പ് പരമാവധി ഈ കേസിലെ പ്രതികളെ, ചെറിയ പ്രതികളെ, അതായത് വൻ സ്രാവുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പരൽമീനികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് വിജയകുമാറിൻ്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഡിസംബർ 4-ാം തീയതി കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷം ഉന്നതരുടെ അറസ്റ്റ് നടന്നില്ല എന്ന്. അതിനുശേഷമാണ് ശ്രീകുമാറിൻ്റെ അറസ്റ്റ് നടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വിജയകുമാറിൻ്റെ അറസ്റ്റ് നടന്നിരിക്കുന്നു. ഇനി ഉന്നതരിലേക്ക് അറസ്റ്റ് നീങ്ങുമോ, ഏത് രൂപത്തിലായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുക തുടങ്ങിയ കാര്യങ്ങൾ വരും ദിവസങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായകമായ അറസ്റ്റ് നടപടികൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരിക്കും CPM-നെ ബാധിക്കാൻ പോകുന്നത്? നമുക്കറിയാം, ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF-ന് ഏറ്റവും വലിയ തിരിച്ചടിയായത് ശബരിമല വിഷയം തന്നെയാണ്. നമുക്കറിയാം, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതിന് പിന്നാലെ ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയം നേരിട്ടിരുന്നു. ഇനിയിപ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തു വന്നാൽ, ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുടെ എല്ലാ സത്യങ്ങളും പുറത്തു വന്നാൽ സ്വാഭാവികമായും LDF പ്രതിക്കൂട്ടിലാകാനാണ് സാധ്യത. അങ്ങനെ ആവുമ്പോൾ പൂർണ്ണമായും സർക്കാരിനെ വലിയൊരു പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കും, അല്ലെങ്കിൽ പൂർണ്ണമായും സർക്കാരിനെ വെട്ടിലാക്കും. മറിച്ച് ഇതുപോലെ കുറച്ചുപേരെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് പൂർണ്ണമായി കേസ് തെളിയാതിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഇത്തരം നിലപാടാണ് LDF മുന്നോട്ടെടുക്കുന്നത്, അല്ലെങ്കിൽ CPM ഇത്തരം നിലപാട്, അറസ്റ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM ഇനിയും ഈ വിഷയത്തിൽ എടുക്കുന്നതെങ്കിൽ പൂർണ്ണമായും, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അനുഭവിച്ച പരാജയത്തെക്കാൾ വലിയ പരാജയമായിരിക്കും CPM അനുഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നേരിടാൻ പോകുന്നത്.